ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ റംസാൻ സ്പെഷ്യലായിട്ടുള്ള 30 ഡേയ്സ് 30 റെസിപ്പി സീരീസിലെ 18ാമത്തെ വീഡിയോ ആണിത്. നമ്മളിന്ന് ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ക്രിസ്പി വെജി സ്റ്റിക്സ് ആണ്. സോ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ പൊട്ടേറ്റോ നന്നായിട്ട് ബോയിൽ ചെയ്ത് അത് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. അത് കുറച്ച് മെഷർമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലൊന്നും യാതൊരു കുഴപ്പമില്ല. വളരെ ഫോർഗിവിങ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഓക്കെ, ഇനി ഇതിലോട്ട് ഞാനൊരു അര കപ്പ് മിക്സ്ഡ് വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഫ്രോസൺ ആണ് യൂസ് ചെയ്തത്. സോ ഡയറക്റ്റ് ചേർക്കാണ്. ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ 1-2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ചേർക്കുക. എന്നിട്ടിലേക്ക് 1-2 ടേബിൾ സ്പൂൺ കാപ്സിക്കം, പിന്നെ നമ്മുടെ ചെഡാർ ചീസ്. ഇതൊന്ന് 1/4 കപ്പോളം ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഉള്ള രീതിയിൽ വേണം ചേർക്കാനായിട്ട്. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊസറല്ലയും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ പനീർ ചേർക്കുകയാണ്. അതും നമ്മൾ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് വരുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കൈവച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുത്താലും മതിയാവും. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സീസണിംഗ് ഒക്കെ ചേർക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ചേർക്കുന്നത് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. അത് നമുക്ക് എത്രമാത്രം സ്പൈസിനെസ് ആവശ്യമുണ്ടോ അത്രയും ചേർക്കാം. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ എത്രമാത്രം പെപ്പറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ അത്രമാത്രം സ്പൈസിനെസ് വേണോ അത്രയും പെപ്പർ ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ്, അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഗാർലിക് പൗഡറും അനിയൻ പൗഡറും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അനിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുത്താൽ മതിയാവും. കുറച്ചുകൂടെ ഈസി ആവാനായിട്ടാണ് ഞാനിതെല്ലാം പൗഡറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈവച്ച് ഒരു ബോൾ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ടെക്സ്ചർ ആവണം. ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആണ്. ഇതിൽ ബ്രെഡ് ക്രംസിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. ഇനി ഇത് നമ്മൾ ഒരു ക്ലിങ് ഫിലിമിൻ്റെ മേലിലേക്ക് ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് മാറ്റിയെടുക്കാം. ഓക്കെ, ഇനി ഇത് നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് പരത്തി ഇതുപോലെ ഞാൻ ആ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. വേഗം തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അറിയാലോ, പൊട്ടേറ്റോ ആകുമ്പോൾ വേഗം തന്നെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും ആ ഒരു ക്ലിങ് ഫിലിം വെച്ച് തന്നെ കവർ ചെയ്ത് നമ്മളെടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാ സൈഡിലും ക്ലിങ് ഫിലിം വരുന്ന രീതിയിൽ നന്നായിട്ട് വേണം നമ്മൾ കവർ ചെയ്യാനായിട്ട്. പിന്നെ ആ ഒരു ഷേപ്പും വൃത്തിയായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇത് ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. വീണ്ടും ഒരു ക്ലീൻ ഫിലിം കൂടെ വെച്ച് ഇതിനെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. കാരണം നമ്മൾ ഇതിനെ ഫ്രീസ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എവിടെയും ഒത്തിരി ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇതിനെ കവർ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ട് നന്നായിട്ട് വൃത്തിക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഫ്രീസറിലോട്ട് മാറ്റാം. ഏകദേശം 1 മുതൽ 1.5 മണിക്കൂർ വരെ നമുക്കിന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. ആ ഒരു പാകമാവുന്നത് വരെ നമ്മൾ ഫ്രീസ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നോർമലി നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന കത്തി വെച്ച് ഇത് നമ്മൾക്ക് വേണ്ട ആ ഒരു ഷേപ്പിലും അല്ലെങ്കിൽ ആ ഒരു നീളത്തിലും ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾസ് പോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ഫ്രൈ ചെയ്യാൻ ഈസി ആവാനായിട്ട് വീണ്ടും ഒന്നും കൂടി ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമ്മൾ നോർമലി ഈ കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ എഗ്ഗിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാണ്. എഗ്ഗിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറും വെള്ളവും കൂടെ മിക്സ് ചെയ്തതിൽ നമ്മൾക്ക് ഡിപ്പ് ചെയ്ത് അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്താൽ മതി. ബ്രെഡ് ക്രംസിന് പകരം ഒന്നുകൂടെ ക്രഞ്ചി ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കോൺഫ്ലേക്സോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസിൻ്റെയും കോൺഫ്ലേക്സിൻ്റെയും മിക്സ്ചറിലോ ഇത് കോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ വെജി സ്റ്റിക്സും ഇതുപോലെ മുട്ടയിലും മൈദയിലും കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. ഈ ഒരു രീതിയിൽ നമ്മൾ കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നല്ല എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് 1 മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊരു മീഡിയം ഹോട്ടായിട്ടുള്ള ഓയിലിലോട്ട് ഒരു 3-4 എണ്ണം ഒന്നിച്ചിടാം. ഒരുപാട് എണ്ണം ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്യാതിരിക്കുക. അതിനുശേഷം നമുക്ക് ഇടയ്ക്കൊന്ന് വേണമെങ്കിൽ ടേൺ ചെയ്തിട്ട് കൊടുക്കാം. എന്നാൽ ഒത്തിരി ഇളക്കി കൊടുക്കാണ്ടിരിക്കുക. ഡീപ്പ് ഫ്രൈയിങ് ആണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള വെജി സ്റ്റിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നാളെ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.